ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് വൈറലായിട്ടുള്ള ഒരു മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കറിവേപ്പില, കൊച്ചുള്ളി ചതച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത ശേഷം ഒന്ന് സ്റ്റൗ ഓണാക്കാം. അതിന് ശേഷം അതിലോട്ട് കൊച്ചുള്ളി ചതച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു പകുതി മൂപ്പിച്ചെടുക്കാം. നല്ല സുന്ദരി 1/2 കിലോ മത്തി കിട്ടിയിട്ടുണ്ട്. മത്തി വറുക്കുമ്പോൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. മത്തി വറുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരു എണ്ണ പുറത്തോട്ട് വരുന്നതാണ്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുടംപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മത്തിയെ ഇതിലോട്ട് പെരുക്കി വെക്കാം. മത്തിയിൽ ഒരുപാട് ഒമേഗ 3 ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മത്തി. BP കുറയ്ക്കാനും രക്തം കട്ട പിടിക്കുന്നത് കുറയ്ക്കാനൊക്കെ മത്തി കഴിച്ചാൽ നമ്മളെ സഹായിക്കും. ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മത്തിയിൽ വിറ്റാമിൻ D, മഗ്നീഷ്യം ഒക്കെ ധാരാളം അടങ്ങിയതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ്. തലച്ചോറിലെ കോശങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മത്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എല്ലാവരും മത്തിക്ക് മണവാന്ന് പറഞ്ഞ് കഴിക്കാതെ ഇരിക്കരുത്. ഡെയിലി മത്തി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രായമായ കുട്ടികൾക്കും ഗർഭിണികൾക്കും വയസ്സായ അപ്പനും അമ്മയ്ക്കൊക്കെ ഡെയിലി മീൻ വറുത്തോ കറി വെച്ചോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ മത്തീനൊക്കെ നമുക്കൊന്ന് മറിച്ചിടാം. മീനൊക്കെ ഒന്ന് മറിച്ചിട്ടു. നമ്മുടെ